രാജ്യത്ത് ഈ പ്ലാൻ ഫണ്ട് 40% കൃത്യമായി തദ്ദേശ സ്ഥാപനങ്ങൾക്ക് നീക്കിവെക്കുന്ന ഏതെങ്കിലും സംസ്ഥാനമുണ്ടോ വേറെ? അല്ല, ഞാൻ അതാ പറഞ്ഞത്. ഞാൻ അതിനെക്കുറിച്ച് ഇപ്പോൾ ഗവേഷണം നടത്തിയിട്ടല്ല ഇവിടെ ഇരിക്കുന്നത്. ഞാൻ വേണമെങ്കിൽ പഠിച്ചിട്ട് പറയാം. അദ്ദേഹം പറഞ്ഞല്ലോ ഞാൻ പഠിച്ചിട്ട് പറയാം. പക്ഷെ അത് മാറ്റിവെക്കുന്നത് എന്തോ ഔദാര്യമാണ് എന്നുള്ള ലൈനിലാണ് അദ്ദേഹം പറയുന്നത്. അങ്ങനെ മാറ്റിവെച്ചിട്ടുണ്ടെങ്കിൽ അത് നല്ല കാര്യമാണ് എന്ന സ്റ്റാൻഡാണ് എനിക്കുള്ളത്. ഞാൻ അതിനെ എതിർത്തല്ല. പക്ഷേ അങ്ങനെ മാറ്റിവെക്കുന്നു എന്ന് പറയപ്പെടുമ്പോഴും അത്തരം ഫണ്ടുകൾ മാറ്റിവെക്കപ്പെടുകയും അതിനെ ഉപയോഗിക്കാതെ ലാപ്സാക്കി കളയുകയും ചെയ്യുന്ന ഈ സർക്കാർ തന്ത്രമുണ്ടല്ലോ, ആ തന്ത്രത്തെക്കുറിച്ച് ഈ ലാപ്സാക്കൽ എന്ന് പറയുന്നത് എനിക്ക് തോന്നുന്നു പക്ഷേ VPP മുസ്തഫ ആയിരിക്കണം. സ്ഥാപനങ്ങളുടെ ഫണ്ട് ലാപ്സാക്കിയോ? ഞാൻ ഒന്ന് രണ്ട് കാര്യങ്ങൾ കൂടി ഒന്ന് സൂചിപ്പിച്ചിട്ട് അത് പറഞ്ഞിട്ട് പോകണല്ലോ, മറന്നുപോയില്ലെങ്കിൽ. ലാപ്സാക്കിയോ VPP? എന്താണെന്ന് വെച്ചാൽ സിജു, ശ്രീ നന്ദു ഭാഗികമായിട്ടാണ് കാര്യങ്ങൾ അവതരിപ്പിക്കുന്നത്. അദ്ദേഹത്തിന് വസ്തുതകൾ അറിയാം. ആ വസ്തുതകൾ അറിയുന്നത് കൊണ്ടാണ് ഭാഗികമായിട്ട് ചില കാര്യങ്ങൾ അദ്ദേഹത്തിന് ഇവിടെ പറയാൻ വേണ്ടി BJPയുടെ ഭാഗമായിട്ട് പറയാൻ വേണ്ടി കഴിയുന്നത്. ബാക്കി ഭാഗം അദ്ദേഹം മറച്ചു വെക്കുകയാണ്. ഇവിടെ എന്താ വസ്തുത? അദ്ദേഹം പറയുന്നു ഈ 40% കൊടുക്കുന്നത് ഔദാര്യമല്ല. പക്ഷെ ശ്രീ ജയേന്ദ്രൻ ഉന്നയിച്ചതുപോലെ ശ്രീ നന്ദു, ഇന്ത്യയിൽ മറ്റൊരു സംസ്ഥാനവും ചെയ്യുന്നില്ല. 73, 74 ഭരണഘടനാ ഭേദഗതികളോടുകൂടി പഞ്ചായത്തി രാജ് സംവിധാനവും നഗരപാലികാ സമ്പ്രദായവും ഇന്ത്യയിൽ ഭരണഘടനാപരമായ ബാധ്യതയായി. ഇന്ത്യയിലെ എല്ലാ സംസ്ഥാനങ്ങൾക്കും അത് ഒരുപോലെ ബാധകമാണ്. പക്ഷെ അതിന്റെ സാധ്യതകൾ ഉപയോഗിച്ച് അധികാര വികേന്ദ്രീകരണവും ജനകീയ ആസൂത്രണവും എഫക്റ്റീവായി നടപ്പിലാക്കിയ കേരളം പോലെ ഒരു മാതൃക ഇന്ത്യയിൽ വേറെ ഏത് സംസ്ഥാനത്തുണ്ട്? അതുകൊണ്ടാണ് ഇപ്പോഴും മറ്റ് സംസ്ഥാനങ്ങളിൽ അധികാരവും ഫണ്ടുമെല്ലാം സംസ്ഥാന സർക്കാരുകളിൽ തന്നെ കേന്ദ്രീകരിച്ചിരിക്കുമ്പോൾ കേരളത്തിൽ 96 വരെ ഈ ജനകീയാസൂത്രണം നയനാർ ഗവൺമെന്റ് തുടങ്ങിയ 96 വരെ സംസ്ഥാന സർക്കാരിൽ നിക്ഷിപ്തമായിരുന്ന വിവിധ വകുപ്പുകളുടെ അധികാരവും അതിനുപയോഗിക്കാനുള്ള ഫണ്ടും താഴോട്ട് കൊടുത്ത ജനകീയാസൂത്രണം നടപ്പിലാക്കിയത്. അതിന്റെ ഭാഗമായിട്ടാണ് ഈ 30 വർഷം കൊണ്ട് പടിപടിയായി സംസ്ഥാന പ്ലാനിന്റെ 40% തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ കൈകളിലേക്ക് എത്തിയത്. ഇന്ത്യയിൽ മറ്റൊരു സ്റ്റേറ്റിലും സ്റ്റേറ്റ് പ്ലാനിന്റെ ഇത്രയും ഭാഗം തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് നൽകുന്നില്ല. അതാണ് വ്യത്യാസം. അത് കേരളത്തിലെ ഇടതുപക്ഷം എടുത്തത് അതിശക്തമായ അധികാര വികേന്ദ്രീകരണ നിലപാടാണ്. ഇതാണ് ഞാൻ ആദ്യത്തെ സ്ട്രെച്ചിൽ പറഞ്ഞത് സിജു. ഈ ജനകീയാസൂത്രണത്തെ കുറിച്ചോ അധികാര വികേന്ദ്രീകരണത്തെ കുറിച്ചൊന്നും BJP പോലും കേരളത്തിൽ എവിടെയും ഈ തെരഞ്ഞെടുപ്പ് സമയത്ത് സംസാരിക്കുന്നില്ല. അദ്ദേഹം സിജു ഉപയോഗിച്ചത് തിരുവനന്തപുരം കോർപ്പറേഷന്റെ LDF പുറത്തിറക്കിയ വികസന രേഖയാണ്. അതിൽ അദ്ദേഹത്തിന് കേന്ദ്ര ഗവൺമെന്റിന്റെ സെൻട്രലി സ്പോൺസേർഡ് സ്കീമുമായി ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങൾ അദ്ദേഹം പറഞ്ഞു. ഞാൻ സിജുവിനോട് ചോദിക്കുന്നത്, ആ ഭാഗം മാത്രമാണോ, അത് മാത്രം ഉൾക്കൊള്ളുന്ന 4ഓ 5ഓ പേജ് മാത്രമാണോ ആ തിരുവനന്തപുരം നഗരസഭയുടെ ഈ വികസന രേഖ, LDF ഇറക്കിയ വികസന രേഖ? താങ്കളൊന്ന് പറയൂ. അതിനകത്ത് ഈ പറഞ്ഞ ഈ സംസ്ഥാന ഗവൺമെന്റിന്റെ സ്റ്റേറ്റ് പ്ലാനിന്റെ ഭാഗമായിട്ട് ഈ ഓരോ വർഷവും കഴിഞ്ഞ 5 വർഷത്തിലെ ഓരോ വർഷവും തിരുവനന്തപുരം കോർപ്പറേഷൻ കിട്ടിയ വിഹിതം അതിന്റെ ഭാഗങ്ങൾ വിശദീകരിച്ചിട്ടുണ്ട്. എന്നിട്ട് അദ്ദേഹം പറയുകയാണ്, ആര്യ രാജേന്ദ്രനെ ഈ ഇടതുപക്ഷം എവിടെയും ഇപ്പോൾ കാണിക്കുന്നില്ല. നിങ്ങൾ 5 വർഷമായില്ലേ ആര്യ രാജേന്ദ്രൻ എന്ന് പറയുന്ന ആ യുവതിക്ക് നേരെ ഈ അധിക്ഷേപം തുടങ്ങിയിട്ട്? അവര് മേയറായ ദിവസം തൊട്ട് തുടങ്ങിയത്. ഈ സാഹചര്യത്തിൽ ഒരു കാര്യം പറഞ്ഞു പോകേണ്ടതുണ്ട് CVPP. അതായത് ആര്യ രാജേന്ദ്രൻ കോർപ്പറേഷൻ മേയറായിരുന്നു. മറ്റ് ചില ചുമതലകളുടെ ഭാഗമായി ബന്ധപ്പെട്ടപ്പോൾ ആര്യ രാജേന്ദ്രൻ ജീവിച്ചിരിപ്പുണ്ട്. കഴിഞ്ഞ 2020 അവരോടൊപ്പം ആര്യ രാജേന്ദ്രനോടൊപ്പം BJPയുടെ തിരുമല അനിൽ എന്ന് പറയുന്ന ഒരു കൗൺസിലർ ഉണ്ടായിരുന്നു. അദ്ദേഹം ഇപ്പോൾ ജീവിച്ചിരിപ്പില്ല. നന്ദു, എന്നോടാണോ? അതെ, നന്ദുവിനോടാണ് പറഞ്ഞത്. നന്ദു ആര്യ രാജേന്ദ്രനെ തിരക്കിയപ്പോൾ എനിക്ക് തിരുമലാലിന്റെ കാര്യം കൂടി പെട്ടെന്ന് ഓർമ്മ വന്നതാണ്. ഇനി ഞാൻ പറയാം. നേരത്തെ ശ്രീ VPP മുസ്തഫ അദ്ദേഹം പറഞ്ഞു, ഞാൻ ഏതോ 3ഓ 4ഓ പേജുകൾ മാത്രം കാണിച്ചിട്ട് എൻ്റെ പരിധിക്ക് കാര്യങ്ങൾ പറഞ്ഞു എന്നാണ്. ഇതാരാണോ നിങ്ങൾക്ക് തയ്യാറാക്കി തന്നത് ആ ആൾ നിങ്ങളുടെ ഏറ്റവും വലിയ ശത്രുവാണ്. അത് നിങ്ങൾ ഇപ്പോൾ തന്നെ തിരിച്ചറിഞ്ഞോളൂ. ഞാനത് ഇപ്പോൾ തന്നെ CPMനെ ബോധ്യപ്പെടുത്തുകയാണ്. ആരാണോ ഇത് നിങ്ങൾക്ക് തയ്യാറാക്കി തന്നത് അയാൾ നിങ്ങളുടെ ഏറ്റവും വലിയ ശത്രുവാണ്. ഇതിനകത്ത് വച്ചിരിക്കുന്ന എല്ലാ പേജുകളും ഞാൻ വേണമെങ്കിൽ ഇവിടുത്തെ കൈരളിയുടെ ആൾക്ക് ഈ കോപ്പി കൊടുത്തിട്ട് ഞാൻ അടയാളപ്പെടുത്തി എഴുതി വച്ചിരിക്കുന്ന എമൗണ്ടുകൾ അടക്കം
ഞാൻ അല്ല കൊടുത്തിട്ട് സ്വാഭാവികമായിട്ടും പോവാം. താങ്കൾ പറഞ്ഞ വികസന അപ്പോ- രേഖ നമുക്ക് പരിശോധിക്കാം. അപ്പോ ചുമ്മാ നന്ദു നമുക്ക് അല്ല ഞാൻ പറഞ്ഞു നന്ദു പറഞ്ഞ ഒറ്റ കാര്യമാണ് ഞാൻ ചോദിച്ചത്. നന്ദു പറഞ്ഞ ഒരു കാര്യം താങ്കളുടെ ആവേശം ആര്യ രാജേന്ദ്രന്റെ താങ്കളുടെ ആവേശം എന്താണെന്ന് എനിക്ക് മനസ്സിലായി. നന്ദു പറഞ്ഞത് ആര്യ രാജേന്ദ്രന്റെ കാര്യം ആര്യ രാജേന്ദ്രനെ കാണുന്നില്ല. തിരുമല അനിൽ എവിടെ പോയി? നന്ദു തിരുമല അനിൽ കൗൺസിലർ ആയിരുന്നു. ആര്യ രാജേന്ദ്രനൊപ്പം ഉണ്ടായിരുന്ന കൗൺസിലർ പ്രിയപ്പെട്ട ചേട്ടാ, താങ്കളുടെ ആവേശം എനിക്ക് മനസ്സിലായി. ഞാനിലേക്ക് വന്നാ പോരെ? താങ്കളുടെ ആവേശം എനിക്ക് മനസ്സിലായി. താങ്കൾ ഒന്നും മിണ്ടാതിരിക്കൂ. ഞാൻ ഒന്നും മിണ്ടാതിരിക്കൂ. അല്ല മിണ്ടാതിരിക്കൂ ചേട്ടാ. ഇതിൽ ഞാൻ പറഞ്ഞതിൽ ഇനി നിങ്ങൾക്ക് അപ്രസക്തമായ ചോദ്യങ്ങളൊന്നും ഇല്ലല്ലോ. ഈ കാര്യം കംപ്ലീറ്റഡ് ആണ്. ഇതങ്ങോട്ട് വെച്ചിട്ട് അടുത്ത കാര്യത്തിലേക്ക് വന്നാൽ മതി. ശരി, ഇനി രണ്ടാമത്തെ കാര്യം, തിരുമല അനിലിന്റെ ബാങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള അഴിമതി അല്ലെങ്കിൽ എന്തെങ്കിലും റെക്കോർഡിൽ ഇൻപ്രോപ്പറേറ്റ് റെക്കോർഡ് അല്ലെങ്കിൽ അദ്ദേഹം എന്തെങ്കിലും തിരിമറി നടത്തി അങ്ങനെ എന്തെങ്കിലും ഒരു വാദം CPIM-നുണ്ടോ? താങ്കൾക്കുണ്ടോ? CPM വിടും, താങ്കൾക്കുണ്ടോ? അല്ല തിരുമല അനിൽ ഉണ്ടോ? തിരുമല അനിൽ ഉണ്ടോന്ന്? അതല്ല ഇത്. തിരുമല അനിലിന് 2 കോടി രൂപ ബാധ്യത നിങ്ങളുടെ ഓഡിറ്റ് വിഭാഗം സഹകരണ വകുപ്പിന്റെ തിരുമല അനിൽ എന്തിനാണ് ആത്മഹത്യ ചെയ്തത്? ഞാൻ പറഞ്ഞുതരാന്ന്. തിരുമല അനിൽ എന്തിനാണ് ആത്മഹത്യ? ചോദ്യം വളരെ ലളിതമല്ലേ? എന്റെ സിജു ചേട്ടാ, കുറച്ച് നേരം ഞാൻ ചോദിച്ച എൻ്റെ മറുപടി താങ്കൾ, ഞാൻ ഓരോ പോയിന്റ് ബൈ പോയിന്റായി പറഞ്ഞു പോകും. അതുകൊണ്ടാണ് ചോദിക്കുന്നത്. ഞാൻ ചോദിച്ചത് നിങ്ങളുടെ ഓഡിറ്റ് വിഭാഗം, സഹകരണ വകുപ്പ് ഓഡിറ്റ് വിഭാഗം നടത്തിയിട്ടുള്ള അന്വേഷണത്തിൽ അദ്ദേഹത്തിൻ്റെ ലേറ്റസ്റ്റ് ഓഡിറ്റ് വരെ കഴിഞ്ഞിട്ടുള്ള ബാങ്കാണ് ഈ പറയുന്ന അദ്ദേഹത്തിൻ്റെ ബാങ്ക്. ആ ബാങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള ക്രമക്കേടുകൾ, ആ വാക്കാണ് ഞാൻ ഉപയോഗിക്കുന്നത്, ക്രമക്കേടുകൾ നിങ്ങളുടെ ഓഡിറ്റ് അല്ലെങ്കിൽ CPIM-ൻ്റെ അല്ലെങ്കിൽ സർക്കാരിൻ്റെ ഓഡിറ്റ് വിഭാഗം കണ്ടെത്തിയിട്ടുണ്ടോ? 1. 2, അദ്ദേഹം ഏതെങ്കിലും തരത്തിലുള്ള അഴിമതി നടത്തി എന്നുള്ള വാദം നിങ്ങൾക്കുണ്ടോ? 3, അദ്ദേഹത്തിൻ്റെ ഫാം ടൂർ ഈ പറയുന്ന ബാങ്കുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഏതെങ്കിലും തരത്തിലുള്ള ഈ BJP-യുമായി നേരിട്ട്, BJP എന്ന് പറയുന്ന സംഘടനയുമായി നേരിട്ട് ഇടപെടലുള്ള ഏതെങ്കിലും ഒരു കാര്യം നിങ്ങൾക്ക് പറയാനുണ്ട്? ഈ 3 ചോദ്യത്തിന് ആദ്യം താങ്കൾ മറുപടി പറഞ്ഞാൽ അടുത്ത് താങ്കൾ ചോദിച്ച മറുപടി ഞാൻ പറയാം. നന്ദു, ഒരു 3 ചോദ്യങ്ങളാണല്ലോ ചോദിച്ചത്. അദ്ദേഹം ക്രമക്കേട് നടത്തിയിട്ടുണ്ടോ എന്നുള്ള ഒന്നാമത്തെ ചോദ്യം. അദ്ദേഹം വായ്പ 2 കോടി രൂപ വായ്പ നൽകി എന്നുള്ള യാഥാർത്ഥ്യമാണോ അദ്ദേഹത്തിന്റെ ഫാം? ക്രമക്കേട് വായ്പ ഞാനൊരു കാര്യം ചോദിക്കട്ടെ, ഏരിയ കമ്മിറ്റിക്ക്, കരുവന്നൂരിൽ CPM-ന്റെ ഏരിയ കമ്മിറ്റിക്ക് ബിൽഡിംഗ് കെട്ടാൻ വേണ്ടിയിട്ട് വായ്പ കൊടുത്തിട്ടുണ്ട്. അങ്ങനെ ഏതെങ്കിലും വായ്പ ഇദ്ദേഹം കൊടുത്തിട്ടുണ്ടോ? അതായത് നന്ദു ചോദിച്ചോണ്ടിരിക്കുക, ചോദ്യം ഇതാണ്, ആ വായ്പ എടുത്തത് ആരാണ്? 2 കോടി രൂപ വായ്പ എടുത്തത് ആരാണ് അവിടെ? അല്ല ഞാൻ ചോദിച്ചത്, ഫാം ടൂറിസം ബാങ്കിൽ നിന്ന് 2 കോടി രൂപ വായ്പ എടുത്തത് ആരാണ്? ഇന്ത്യൻ ജനാധിപത്യത്തിന്റെ സംവിധാനം അനുസരിച്ച് അല്ലെങ്കിൽ സഹകരണ നിയമം അനുസരിച്ച് 18 വയസ്സ് കഴിഞ്ഞ് ആർക്കും വായ്പ എടുക്കാം. വായ്പ എടുത്തവർ തിരിച്ചടക്കുകയും ചെയ്യും. എടുക്കാലോ. വായ്പ എടുത്തവർ തിരിച്ചടക്കുകയും ചെയ്യും. ഞാൻ ചോദിക്കട്ടെ ഏട്ടാ, നിങ്ങൾ പറഞ്ഞു പോവല്ലേ, ചോദിക്കട്ടെ. ഞാൻ അതുകൊണ്ടാണ് ചോദിച്ചത്, അദ്ദേഹം ഈ കരുവന്നൂരിൽ നടന്നിട്ടുള്ളത് പോലെ ഒരു തട്ടിപ്പ് നടത്തിയിട്ടുണ്ടോ? ഇല്ലെന്നാണല്ലോ അതിന്റെ ഉത്തരം. കംപ്ലീറ്റ് അങ്ങനെ തീരുമാനിക്കാലോ. കാരണം കരുവന്നൂരിൽ രണ്ട് ബിൽഡിംഗ് ഫണ്ടിന്, ഏരിയ കമ്മിറ്റികളുടെ 2 ബിൽഡിംഗ് ഫണ്ടിന് കോടിക്കണക്കിന് രൂപ എന്റെ ചോദ്യം ഇതാണ്. ഞാൻ ചോദിച്ച 3 ചോദ്യങ്ങൾ ഞാൻ താങ്കളോട് ചോദിച്ചു. ഞാൻ അതിനകത്ത് ചോദിച്ച ചോദ്യത്തിന്റെ സാങ്കത്യം താങ്കൾക്ക് മനസ്സിലായല്ലോ. അദ്ദേഹം എന്തെങ്കിലും അഴിമതി നടത്തിയിട്ടുണ്ടോ? ഇല്ല. ഉറപ്പിക്കാലോ അത്. നന്ദു, ഞാനൊരു കാര്യം പറയട്ടെ. അദ്ദേഹത്തിന്റെ അഴിമതി 2 കോടി രൂപ അദ്ദേഹത്തിന്, അല്ല അത് ഒരു തരത്തിലുള്ള ക്രമക്കേട്, അദ്ദേഹത്തിനെ കൊണ്ട് ക്രമക്കേടിന് നിങ്ങൾ നിർബന്ധിച്ചു. ഞാൻ ചോദിച്ചത് ചോദിക്കട്ടെ, 2 കോടി രൂപ വായ്പ ആരാണ് എടുത്തത് ആ ബാങ്കിൽ നിന്ന്? ചോദ്യം ഇതാണ്, 2 കോടി രൂപ വായ്പ എടുത്ത് തിരിച്ചടക്കാൻ കഴിയാത്ത രീതിയിൽ അദ്ദേഹം ആത്മഹത്യ ചെയ്തു. ആരാണ് വായ്പ എടുത്തത്? അവിടെ പലരും വന്ന് പറഞ്ഞല്ലോ വായ്പ എടുത്ത BJP കൗൺസിലർമാരടക്കം ഉണ്ടെന്ന്. അല്ല 5 കോടിയോ 50 കോടിയോ എടുത്തത് വ്യക്തികളാണ് എടുത്തിട്ടുള്ളത്. അല്ലാതെ BJP കാരനോ CPM കാരനോ കോൺഗ്രസ് കാരനോ ആവട്ടെ, ഒരാൾ സഹകരണ ബാങ്കിൽ നിന്ന് വായ്പ എടുത്ത് തിരിച്ചടച്ചില്ലെങ്കിൽ അദ്ദേഹത്തിനോട് എടുക്കേണ്ട നിയമപരമായിട്ടുള്ള എല്ലാ നടപടികളും എടുക്കാൻ അവസരമുണ്ട്. ഞാൻ ചോദിച്ചത്, കരുവന്നൂർ ബാങ്കിൽ കൊടുത്തതുപോലെ ഈ പറയുന്ന ഏരിയ കമ്മിറ്റി ഓഫീസിന് കെട്ടിടം പണിയാൻ വേണ്ടിയിട്ട് ബിൽഡിംഗ് ഫണ്ടിലേക്ക് പൈസ കൊടുത്തിട്ടുണ്ടോ?
അതുപോലെ കരുവന്നൂർ ബാങ്കിൽ കൊടുത്തിട്ടുള്ള പാർട്ടി ഫ്രാക്ഷൻ കമ്മിറ്റിക്ക് ഈ പറയുന്ന തിരുമല അനിലിന്റെ ബാങ്കിൽ നിന്ന് പൈസ അല്ല, ഇതിനകത്ത് ഈ താങ്കൾ ഈ കരുവന്നൂരുമായി കൂട്ടിക്കെടുത്ത ഉന്നയിക്കുമ്പോൾ BJP എന്ന് പറയുന്ന പൊളിറ്റിക്കൽ പാർട്ടിയെ ഡയറക്റ്റ് ലിങ്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം ഞാൻ കൂടുതലൊന്നും വേണ്ട, ഒരു കാര്യം നിങ്ങൾക്ക് പറയണ്ട. അദ്ദേഹത്തിന്റെ മരണം അസത്യം പറഞ്ഞുകൊണ്ട് കാര്യം തിരുമല അനിലുമായി ബന്ധപ്പെട്ട് അന്വേഷണം നടക്കുന്നുണ്ട്. അത് ഏതൊക്കെ BJP നേതാക്കൾ ഇതുമായി ബന്ധപ്പെട്ട് കുരുങ്ങാൻ പോകുന്നത് വരുന്ന ദിവസങ്ങൾ നമുക്കറിയാം. ഒരുപക്ഷേ നന്ദു ഇതിനെ തിരുമല അനിൽ എന്ന് പറയുന്ന ആൾ മരിച്ചത് തന്തൂര വിഷയമല്ല. തിരുമല അനിൽ എന്ന് പറയുന്ന ആൾ ആത്മഹത്യ എന്തിനെന്നുള്ള ചോദ്യം പ്രസക്തമല്ല. തിരുമല അനിൽ ക്രമക്കേട് നടത്തിയിട്ടുണ്ടെന്നുള്ള ചോദ്യം ചോദിച്ചുകൊണ്ട് ഒഴിഞ്ഞു പോവുകയാണ്. കരുവന്നൂരുമായി കൂട്ടുകെട്ടുകയാണ് CVPP. അതെ സിജു, താങ്കൾ എങ്ങനെ ചോദിച്ചാലും നന്ദുവിന് ഇതിനപ്പുറത്ത് വേറെ പറയാൻ കഴിയില്ലല്ലോ. തിരുമല അനിലിന്റെയും വേറെ 2 or 3 പേരുടെയും ആത്മഹത്യകൾ എങ്ങനെയാണ് കേരളത്തിലെ BJPയെ പ്രതിരോധത്തിലാക്കിയത് എന്നുള്ളത് നമുക്കറിയാവുന്ന വസ്തുതയാണ്. അത് എങ്ങനെയെങ്കിലും മറച്ചു വെക്കാൻ വേണ്ടിയിട്ട് കരുവന്നൂർ എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നു. കരുവന്നൂരിൽ നിങ്ങളുടെ അന്വേഷണ ഏജൻസികളല്ലേ ഇപ്പൊ അന്വേഷണം നടത്തുന്നത്. അദ്ദേഹത്തിന്റെ ബാങ്കിൽ 1 രൂപയുടെ തിരിമറിയില്ല, അദ്ദേഹത്തിന്റെ ബാങ്കിൽ അനധികൃതമായിട്ട് ഒരു പണി നടന്നിട്ടില്ല. പിന്നെ അദ്ദേഹം മരണപ്പെട്ടത് അദ്ദേഹം ഒരു സാധാരണക്കാരനാണ്. അദ്ദേഹത്തിന് പാവങ്ങളുടെ വേദന കാണുമ്പോൾ അവർക്ക് പണം എത്തിച്ചു കൊടുക്കാൻ അല്ലാതെ 5 പൈസ കൈക്കൂലി വാങ്ങിയതിന്റെ പേരിലല്ല അദ്ദേഹം മരണപ്പെട്ടത്. അതുകൊണ്ട് അദ്ദേഹത്തിന്റെ പേരൊക്കെ പറയാൻ കുറച്ച് പാടുണ്ട്. CPM അദ്ദേഹത്തിന്റെ പേര് പറയാനുള്ള അർഹത ആയിട്ടില്ല. പറയാം. അല്ല, ഇവിടെ നന്ദു കാരണം നമ്മളിങ്ങനെ ബഹളം വെക്കാറില്ലല്ലോ ചർച്ച ചെയ്തത്. രണ്ടാൾ കൂടി സംസാരിക്കുമ്പോൾ പുറത്താരും കേൾക്കില്ല. അതുകൊണ്ടാണ് ഞാൻ നിർത്തിയത്. നന്ദുവിന് ഇഷ്ടംപോലെ സമയം കൊടുത്തിട്ടുണ്ട്, നിങ്ങൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്നതാണ്. ഇവിടെ തിരുമല അനിൽ പിണറായി വിജയനും CPM-കാരും സമ്മർദ്ദം ചെലുത്തിയിട്ടാണ് ആത്മഹത്യ ചെയ്തത് എന്നേ ഇനി പറയാൻ ബാക്കിയുള്ളൂ. ഇപ്പൊ കേട്ടാൽ അങ്ങനെയല്ലേ തോന്നുന്നത്? എന്താ തിരുമല അനിലും അദ്ദേഹത്തിന്റെ ജീവിച്ചിരിക്കുന്ന കുടുംബവും പറഞ്ഞത്? ഏതെങ്കിലും CPM നേതാവിന്റെ പേര് പറഞ്ഞിട്ടുണ്ടോ? സഹകരണ വകുപ്പിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ടോ? അതിലെ ഉദ്യോഗസ്ഥരെ കുറിച്ച് പറഞ്ഞിട്ടുണ്ടോ? തിരുമല അനിലിന്റെ ആത്മഹത്യക്ക് പ്രേരണയായിട്ട് കണ്ടെത്തിയ കാരണം ഈ നാട്ടുകാർക്കെല്ലാം അറിയാം, നന്ദുവിനും 3 or 4 BJP-കാർക്ക് അറിയില്ലെങ്കിലും അവരെല്ലാം കുറ്റപ്പെടുത്തിയത് BJP-യാണ്. തിരുമല അനിലിനോടൊപ്പം BJP-യിൽ പ്രവർത്തിച്ചു കൊണ്ടിരുന്ന നേതാക്കളെയും സഹപ്രവർത്തകരെയുമാണ്. വായ്പ എടുക്കാൻ, നേരത്തെ നന്ദു പറഞ്ഞ പോലെ വായ്പ എടുക്കാൻ എല്ലാവർക്കും അവകാശമുണ്ട് 18 വയസ്സ് കഴിഞ്ഞാൽ. പക്ഷെ വായ്പ എടുത്ത് പറ്റിക്കാൻ അവകാശമില്ല, വായ്പ എടുത്തിട്ട് വഞ്ചിക്കാൻ അവകാശമില്ല. ഒരേ പാർട്ടിയിൽ പ്രവർത്തിക്കുന്നവർ, സഹപ്രവർത്തകർ, അവര് ആ സൗഹൃദം ഉപയോഗിച്ച് വായ്പ എടുത്തിട്ട് ഒരാളുടെ ജീവിതത്തെ പ്രതിസന്ധിയിലാക്കുന്ന വിധത്തിൽ പറ്റിക്കാനോ വഞ്ചിക്കാനോ പാടില്ല. അതാണ് തിരുമല അനിലിന്റെ കാര്യത്തിൽ ഉണ്ടായത്.